2008 പുറത്തിറങ്ങിയ മഡഗാസ്കർ എസ്കേപ്പ് ടു ആഫ്രിക്ക എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഫസ്റ്റ് പാർട്ട് കണ്ടവർ മാത്രം ഈ വീഡിയോ കാണുക. അതിന്റെ ലിങ്ക് മുകളിൽ വരുന്ന ഐക്കാർഡിലോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് കാണുക. എന്നാൽ മാത്രമേ കഥ മനസ്സിലാവുള്ളൂ. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പറഞ്ഞത് ഡാൻസ് മത്സരമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അലക്സ് ടീറ്റ്സിയെ എതിരാളിയായി തെരഞ്ഞെടുക്കുന്നതും ടീറ്റ്സി അവനെ ഇടിച്ചിടുന്നതും വരെയാണ്. അച്ഛനാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് എന്താടാ ഒരു ഇടി പോലും ഇടിക്കാതെ നീ വീണുപോയല്ലോ, നീയല്ലേ പറഞ്ഞേ നീ ന്യൂയോർക്കിലെ രാജാവാണെന്ന്. പക്ഷേ അച്ഛ അവിടെ ഇങ്ങനെയൊന്നുമല്ല, ഞാനവിടെ ഡാൻസ് പെർഫോമൻസ് ആണ് നടത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മക്കുങ്ക അതിൽ ഇടപെടുകയാണ്. എന്താ സൂബ, നീ നിയമങ്ങളൊക്കെ മറന്നുപോയോ? ഇങ്ങനെ തോൽക്കുന്നവരെ ഈ കാട്ടിൽ നിന്നും രാജാവായ നീ നിന്റെ മകനെ പുറത്താക്കണ്ടേ എന്ന് പറഞ്ഞതും എന്നാ പിന്നെ എനിക്ക് ഈ രാജാവിന്റെ സ്ഥാനം വേണ്ടെന്ന് പറഞ്ഞ് അങ്ങ് എറിഞ്ഞളഞ്ഞതും പുതിയ രാജാവ് മക്കുങ്ക ആയിരിക്കുകയാണ്. ഇതോടെ ജീവിതകാലം ഒരിക്കലും നീ ഇങ്ങോട്ടേക്ക് മടങ്ങി വരരുതെന്ന് പറഞ്ഞ് ഒരു തൊപ്പി വെച്ച് കൊടുക്കുകയും അവനെ അവിടെ നിന്നും പുറത്താക്കുകയും ചെയ്തു. അവനെ പുറത്താക്കിയത് കൊണ്ട് അവന്റെ അമ്മയും അച്ഛനും അവന്റെ കൂടെ പോന്നിരിക്കുകയാണ്. അച്ഛനാണേൽ നീ യഥാർത്ഥത്തിൽ ഒരു രാജാവല്ല എന്ന് നിനക്ക് ഞങ്ങളോട് പറയാമായിരുന്നു എന്ന് പറഞ്ഞതും നിങ്ങളും എന്നോടി ഇതൊരു ഇടി മത്സരമാണെന്ന് ആദ്യമേ പറഞ്ഞായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. കാരണം ഞാനിതുവരെ മറ്റൊരു സിംഹത്തിനോട് യുദ്ധം ചെയ്തിട്ടില്ല. പിന്നെ എന്നെ ഇതിൽ പെടുത്തിയത് നിങ്ങളുടെ ഫ്രണ്ട് മാക്കുങ്ങയാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് അലക്സ് പറഞ്ഞതും നീയൊരു യഥാർത്ഥ സിംഹമായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞതോടെ അവനാകെ ഫീൽ ആവുകയും ഒറ്റയ്ക്ക് മുന്നോട്ട് നടന്നു പോവുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് മെൽമനെയാണ്. മെൽമൻ ഇപ്പോൾ വെറും മെൽമനല്ല, ഡോക്ടർ മെൽമനാണ്. അങ്ങനെ അവനാണെങ്കിൽ കാല് പൊട്ടിയ ഒരു കുഞ്ഞൻ ജിറാഫിന്റെ കാല് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ കൂടെയുള്ളവർ ഒരു കാര്യം പറയുന്നു. നിങ്ങളുടെ തോളിൽ ഒരു കറുത്ത പുള്ളിയുണ്ടല്ലോ എന്ന് പറഞ്ഞതും ഉണ്ടായിരിക്കാമെന്ന് മെൽമനും പറയുകയും ജിറാഫിന്റെ ഒക്കെ കാല് റെഡിയാക്കിയതിനു ശേഷം ആനയുടെ തുമ്പിക്കൈ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവരൊരു കാര്യം കൂടി പറയുന്നു. ഞങ്ങൾക്കിവിടെ മുന്നേ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, പേര് ജോ. അവനും ഇതേപോലെയുള്ള സെയിം കറുത്ത പുള്ളി തോളിൽ വന്നതും രണ്ടാം ദിവസം തന്നെ അവന്റെ കാറ്റ് പോയെന്ന് പറയുന്നത് കേട്ട് അതൊക്കെ സത്യമായിരിക്കുമെന്ന് മെൽമൻ അവരോട് ചോദിച്ചതും ഇനി നിനക്ക് 48 മണിക്കൂർ മാത്രമേ ജീവിക്കാൻ കഴിയുള്ളൂ എന്ന് കൂടെയുള്ളവർ പറയുകയും അത് കേട്ട് അവൻ എനിക്കപ്പോ സ്കാനിംഗ് ഒക്കെ എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് ആകെ സങ്കടപ്പെടുകയാണ്. ഈ സമയം മാർട്ടി അവന്റെ സൂയിലെ ഓരോ കഴിവുകൾ മറ്റ് സീബ്രകൾക്ക് കാണിച്ചു കൊടുക്കുകയും ഇത് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ വർഷങ്ങളോളം പ്രാക്ടീസ് ചെയ്യണമെന്നും പറയുന്നു. എന്നാൽ അവരത് കണ്ട ഉടനെ തന്നെ അങ്ങനെ ചെയ്യുന്നത് കണ്ട് അവന് മാത്രമായി പ്രത്യേകിച്ചൊരു കഴിവില്ല എന്ന് അവന് മനസ്സിലാവുകയും അവനുമാകെ സങ്കടമാവുകയും ചെയ്യും. ശേഷം കാണിക്കുന്നത് പെൻഗിൻസിനെയാണ്. അവരിപ്പോൾ ഫ്ലൈറ്റിന്റെ പണിയൊക്കെ നല്ല സ്പീഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അലക്സും കൂട്ടരുമാണേൽ പണി കഴിയാത്ത ആ ഫ്ലൈറ്റിൽ വന്ന് ഇരിക്കുകയും ഓരോന്നൊക്കെ സംസാരിക്കുകയും ചെയ്യുന്നു. അതിനിടെ മെൽമൻ ഞാനിനി 2 ദിവസം മാത്രമേ ഞാനിനി ജീവനോടെ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയാൻ വന്നതും ഗ്ലോറിയ അങ്ങോട്ടേക്ക് വരികയും സന്തോഷത്തോടെ അവരോടൊക്കെ ഒരു കാര്യം പറയുകയാണ്. എനിക്ക് പറ്റിയ ഒരു പാർട്ട്ണറെ കിട്ടിയിട്ടുണ്ട്, അവന്റെ പേര് മോട്ടോ. ഞാൻ അവനെ ഡേറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് അവൾ പറഞ്ഞതും ഞാനങ്ങ് പോയാ നിനക്ക് മുഴുവൻ സമയം അവനോട് തന്നെ ചെലവഴിക്കാമെന്ന് മെൽമാൻ പറയുന്നത് കേട്ട് നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് പറഞ്ഞ് മെൽമനും അവളും ആകെ വാക്കുതർക്കം ഉണ്ടാകുമ്പോ നീ കാര്യം തുറന്നു പറയാന്ന് അലക്സ് മെൽമനോട് പറയുന്നുണ്ടെങ്കിലും അവന്റെ ഇഷ്ടം അവൻ പറയാതെ അവർ രണ്ടുപേരും ഇടിച്ച് പിരിയുന്നത് കണ്ട് ഞാനും മാർട്ടിയും പറയുന്നതൊന്ന് നിങ്ങൾ കേൾക്കുമെന്ന് അലക്സ് പറഞ്ഞതും യഥാർത്ഥ മാർട്ടി അപ്പോഴാണ് അങ്ങോട്ടേക്ക് വരുന്നത്. ഇതോടെ അലക്സ് ആണെങ്കിൽ ഞാൻ കരുതിയത് ഇതാണ് മാർട്ടി എന്നാണെന്നൊക്കെ പറയുമ്പോ നീ എന്റെ ഇത്രയും വലിയ ഫ്രണ്ടായിട്ടും നിനക്കെന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് മാർട്ടി അവനോട് ചോദിക്കുന്നു. എടാ നിങ്ങളെ രണ്ടുപേരും കണ്ടിട്ട് ഒരേപോലെ ഉണ്ട്, അതുകൊണ്ടാണ് തെറ്റ് സംഭവിച്ചതെന്ന് അലക്സ് പറയുമെങ്കിലും മാർട്ടിക്ക് അത് സങ്കടമാവുകയും അലക്സ് അവനെ തിരിച്ചറിയാത്തോണ്ട് അലക്സിനോട് അവൻ പിണങ്ങിയതും മാർട്ടി ഞാൻ ഈ അവസ്ഥയിൽ നിൽക്കുമ്പോ നീ ഇങ്ങനെ എന്നെ ഇടങ്ങാറാക്കല്ലേ എന്ന് അലക്സ് പറയുകയും ഞാൻ അത്രയും വലിയ ഒരു പ്രശ്നം കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുകയാണെന്നും പറയുന്നു. ഇതോടെ മാർട്ടി അവിടെ നിന്നും അവനോട് പിണങ്ങിക്കൊണ്ട് അവിടെ നിന്നും പോകുന്നു. ഇത് കണ്ട അലക്സ് ആണെങ്കിൽ നീയൊന്നും പോയാല് എനിക്കൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയും അവസാനം സങ്കടമാവുകയും ചെയ്യും. പിന്നീട് കാണിക്കുന്നത് ഒട്ടകപക്ഷിയുടെ മേലെ കയറി കാട് മുഴുവനായി കണ്ടുകൊണ്ടിരിക്കുന്ന ജൂലിയനെയാണ്. അങ്ങനെ ഒരു സ്ഥലത്തെത്തിയതും ജൂലിയൻ നിൽക്കുകയും ഇവിടെ നമുക്ക് ഒരു കൊട്ടാരം ഉണ്ടാക്കിയാലോ മോറിസേ, അതിന് ആദ്യം ചെയ്യേണ്ടത് ഇവിടെയുള്ള കുഴികളൊക്കെ അടക്കേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് കുഴിയിൽ നോക്കിയതും അതിൽ മെൽമൻ കിടക്കുകയാണ്. അങ്ങനെ ജൂലിയനെ കണ്ടതും മെൽമൻ സംസാരിക്കാൻ തുടങ്ങുന്നു. എനിക്കാകെ ഇനി 2 ദിവസം മാത്രമേ ആയുസുള്ളൂ, അതുകൊണ്ട് ഞാൻ എന്റെ ജീവിതം ഇന്നെന്നെ അങ്ങ് തീർത്തു കളയാമെന്ന് കരുതി ഇതിൽ ഇറങ്ങിയതാണെന്ന് പറഞ്ഞതും എനിക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വന്ന ഞാനൊക്കെ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുമെന്നും പറയുന്നു. അതോടെ നിങ്ങളെ ഇഷ്ടങ്ങൾ എന്താണെന്ന് മെൽമൻ ചോദിച്ചതും എനിക്കൊരു പ്രൊഫഷണൽ PP വലിക്കുന്ന ആളാവാൻ വലിയ ആഗ്രഹമാണെന്ന് പറഞ്ഞുകൊണ്ട് വിസിൽ വലിക്കാൻ തുടങ്ങുകയും അവിടെ ആകെ തുപ്പല് തെറിച്ച് മെൽമന്റെ മേലെയും തുപ്പല് തെറിക്കുന്നു.
ഇതോടെ മെൽമൻ ആണെങ്കിൽ എനിക്കുമുണ്ട് മരിക്കുന്നതിന് മുന്നേ ഒരു ആഗ്രഹമെന്ന് പറഞ്ഞതും ജൂലിയൻ അത് ചോദിക്കുകയും അവന് ഗ്ലോറിയയോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ഇതോടെ ജൂലിയൻ രാജാവ് അവളെ എങ്ങനെയാണ് വളക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയും നീ നല്ല സുന്ദരനാണ്, സുമുഖനാണ്, സുശീലനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പ്രോത്സാഹിപ്പിക്കുകയും അവളുടെ അടുത്തേക്ക് പറഞ്ഞയക്കുകയും ചെയ്യുന്നു. ഈ സമയം ഗ്ലോറിയ മോട്ടോന്റെ കൂടെ ഡേറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മോട്ടോ അവളെ ഉമ്മ വെക്കാൻ പോയതും മെൽമൻ അങ്ങോട്ടേക്ക് എത്തുകയും അവന്റെ ഇഷ്ടം അവന് തുറന്നു പറയാൻ പേടിയായതുകൊണ്ട് മോട്ടോയോട് അവൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞു കൊടുക്കുകയും ഈ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ചിരി അവളുടെയാണെന്നും പറയുന്നു. ഇതോടെ അവളുടെ മുഴുവൻ ഇഷ്ടങ്ങളും മെൽമൻ പറയുന്നത് കേട്ട് അവൾ ഞെട്ടിപ്പോവുകയും ഇവൻ എന്തിനാണ് ഇതൊക്കെ പറഞ്ഞതെന്ന് മനസ്സിലാവാതെ അവിടെ നിൽക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും മെൽമൻ അവിടെ നിന്ന് പോയിരിക്കുകയാണ്. അങ്ങനെ അന്ന് രാവിലെ ആയതും അലക്സ് മക്കുങ്ങയെ തിരിച്ചടിക്കാൻ വേണ്ടി ഒരു കിളിക്കൂടിനൊക്കെ ഇട്ട് ഇടിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിലുള്ള കിളികളൊക്കെ ഇറങ്ങി വന്ന് അവനെ കൊത്തി കൊത്തി ദൂരേക്ക് കളയുന്നു. അപ്പോഴാണ് അരുവിയുടെ അടുത്തു നിന്നും വലിയ അലർച്ച കേൾക്കുന്നത്. ഇത് കേട്ട് അലക്സ് ഉൾപ്പെടെ അങ്ങോട്ടേക്ക് ഓടുകയാണ്. കാട്ടിലെ വെള്ളം ഇപ്പോൾ മുഴുവനായി വറ്റിയിരിക്കുകയാണ്. ഇത് ആദ്യമായിട്ടാണ് വെള്ളം മുഴുവനായി വറ്റുന്നതെന്നൊക്കെ എല്ലാവരും പറയുന്നതിനിടെ രാജാവായ മക്കുങ്ങ അങ്ങോട്ടേക്ക് എത്തുകയും ഒരു തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. ഇവിടെയുള്ള ഈ വെള്ളം കുടിക്കണമെങ്കിൽ എന്നോട് യുദ്ധം ചെയ്ത് ജയിക്കണം എന്ന് പറഞ്ഞതും ഞങ്ങൾക്ക് നിങ്ങളോട് യുദ്ധം ചെയ്യാനൊന്നും കഴിയില്ല എന്ന് മൃഗങ്ങൾ പറയുന്നു. എന്നാ പിന്നെ നിങ്ങൾ തന്നെ പോയി മനുഷ്യന്മാരുള്ള ആ കാട്ടിലേക്ക് പോയിട്ട് വെള്ളമെടുത്തു എന്ന് പറഞ്ഞതും ജനങ്ങളൊക്കെ അവന്റെ തീരുമാനം കേട്ട് ഞെട്ടിപ്പോകുന്നു. എന്നാൽ അലക്സ് ഇവിടേക്കുള്ള വെള്ളം ഞാൻ എത്തിച്ചോളാമെന്ന് പറയുന്നത് കേട്ട് മക്കുങ്ങ അവനെ കളിയാക്കുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ വെള്ളം കണ്ടെത്താനായി അങ്ങോട്ടേക്ക് പോവുകയാണ്. ശേഷം അവൻ നേരെ എത്തിയിരിക്കുന്നത് മാർട്ടിയെ നോക്കാൻ വേണ്ടി സീബ്രകളുടെ കൂട്ടത്തിലേക്കാണ്. പക്ഷേ അവൻ എത്ര തന്നെ അന്വേഷിച്ചിട്ടും മാർട്ടിയെ കണ്ടുപിടിക്കാൻ കഴിയാത്തതുകൊണ്ട് അവൻ അവിടെ നിന്ന് സംസാരിക്കാൻ തുടങ്ങുകയാണ്. മാർട്ടി, നീ ഇത് കേൾക്കുമെന്ന് എനിക്കറിയാം. നീയായിരുന്നു എന്റെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫ്രണ്ട്. പിന്നെ എന്റെ എല്ലാ ദുഃഖങ്ങളിലും ഇടപെട്ട് അതൊക്കെ സോൾവ് ചെയ്തത് നീയാണ്. പിന്നെ നീ മറ്റ് സീബ്രകളെ പോലെയൊന്നുമല്ല. അവർക്ക് കറുപ്പും വെളുപ്പും വരെയാണെങ്കിൽ നിനക്ക് വെളുപ്പും കറുപ്പുമാണെന്നൊക്കെ അലക്സ് പറയുകയും ആ സീബ്രകളുടെ ഇടയിൽ ഒരുത്തൻ തിരിഞ്ഞു നിൽക്കുന്നത് കണ്ടതും അത് മാർട്ടിയാണെന്ന് മനസ്സിലായി അവനെ വിളിച്ചതും മാർട്ടി അവന്റെ പിണക്കങ്ങളൊക്കെ മാറ്റി അലക്സിനോടൊപ്പം പോവുകയാണ്. മറ്റ് സീബ്രകൾ അങ്ങോട്ടേക്ക് പോരുതേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരതൊന്നും കേൾക്കുന്നില്ല. ഈ സമയം മോട്ടോയൊക്കെ വെള്ളത്തിന് വേണ്ടി പുഴ കുഴിച്ചു നോക്കുമെങ്കിലും വെള്ളത്തിന് പകരം പൊന്നു മാത്രമാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോഴാണ് ആനകളുടെ മേലെ കയറിക്കൊണ്ട് ജൂലിയൻ രാജാവ് അങ്ങോട്ടേക്ക് വരുന്നത്. നിങ്ങൾക്കിനി വെള്ളം കിട്ടാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ. ആ വഴി ഞാൻ അങ്ങ് പറയാം. എന്റെ ജലദൈവങ്ങൾക്ക് നിങ്ങളുടെ ഇടയിലുള്ള ഒരുത്തനെ ആ കാണുന്ന അഗ്നിപർവ്വതത്തിലേക്ക് ഇട്ട് ബലി നൽകണം എന്ന് പറയുന്നു. ഇത് കേട്ട ഒരുത്തനാണെങ്കിൽ അതിനെക്കൊണ്ട് എന്താ കാര്യമെന്നൊക്കെ ചോദിച്ചതും ഒരുത്തനെ ബലി നൽകിയാൽ ജലദൈവങ്ങൾ എനിക്ക് വെള്ളം തരും, ഞാനതെടുത്ത് നിങ്ങൾക്കങ്ങ് തരും എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിനോടൊക്കെ സംസാരിക്കുന്നത് പോലെ ജൂലിയൻ രാജാവ് അഭിനയിക്കുകയാണ്. ഇതൊക്കെ ശരിക്കും നടക്കുമോ എന്ന് ഒരാൾ ജൂലിയനോട് ചോദിച്ചതും മൗറിസെ പറഞ്ഞു കൊടുക്കണ എന്ന് ജൂലിയൻ പറയുകയും 50-50 ചാൻസ് ഉണ്ടെന്ന് മൗറിസും പറയുന്നു. അങ്ങനെ ബലി നൽകാൻ ആഗ്രഹമുള്ളവർ കൈവെക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ജൂലിയൻ എല്ലാവരെയും നോക്കുകയാണ്. പക്ഷേ ആരും കൈവെക്കുന്നില്ല. അങ്ങനെ ജൂലിയൻ ഒരു കാര്യം പറയുന്നു. ജീവിതകാലം മുഴുവനും ഒരാളെ സ്നേഹിച്ചിട്ട് അവരെ കിട്ടിയില്ലെങ്കിൽ ഒരു നായകനായി മരിക്കാനെങ്കിലും നോക്കൂ എന്ന് ജൂലിയൻ പറയുമ്പോൾ ഞാൻ റെഡിയാണെന്ന് മെൽമൻ വിളിച്ചു പറയുകയും മൃഗങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാവുകയും ചെയ്യുന്നു. അതോടെ ഗ്ലോറിയ ഇതൊക്കെ കേട്ട് ഞെട്ടി നിൽക്കുകയാണ്. അപ്പോഴേക്കും മൃഗങ്ങൾ അവനെയും എടുത്ത് അഗ്നിപർവ്വതത്തിന്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങുകയും ഗ്ലോറിയ അവന്റെ അടുത്തേക്ക് വന്ന് നിനക്ക് വട്ടാണോ, നീ എന്തി കാണിക്കുന്നതെന്ന് പറഞ്ഞതും ഞാൻ എന്തായാലും മരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനം എടുത്തത്. പിന്നെ സൂവിൽ നിന്ന് ശരിക്കും എന്റെ രോഗങ്ങളൊന്നും മാറ്റിയിരുന്നത് ഡോക്ടർമാരല്ല, ഞാൻ നിന്നെ കാണുമ്പോൾ എന്റെ രോഗങ്ങളൊക്കെ മാറിപ്പോയതാണെന്നും പറയുന്നു. ഗ്ലോറിയക്ക് ഇതൊക്കെ കേട്ടിട്ട് ആകെ വിഷമമായി കൊണ്ട് കരയുകയാണ്. ശേഷം കാണിക്കുന്നത് മകനെ ഓർത്ത് സങ്കടപ്പെടുന്ന സൂബയാണ്. നിങ്ങൾ എന്തിനിങ്ങനെ സങ്കടപ്പെടുന്നേ, അവൻ തിരിച്ചു വന്നില്ലേ, അത് തന്നെ വലിയ കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ഭാര്യ സമാധാനിപ്പിക്കുന്നു. എന്നാൽ അങ്ങോട്ടേക്ക് മക്കുങ്ക വരികയും അഭിനയിച്ചുകൊണ്ട് കാര്യം പറയാൻ തുടങ്ങുന്നു. നമ്മുടെ കാട്ടിലെ മുഴുവൻ വെള്ളവും ഇപ്പോൾ വറ്റിയിരിക്കുകയാണ്, അതുകൊണ്ട് നിന്റെ മകൻ വെള്ളം കൊണ്ടുവരാൻ മനുഷ്യരുള്ള കാട്ടിലേക്ക് പോയിരിക്കുകയാണ്. ഞാൻ എത്ര അവനെ തടയാൻ നോക്കിയിട്ടും അതിനെനിക്ക് കഴിഞ്ഞില്ല എന്ന് പറയുകയും സൂബ അപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യുന്നു. അലക്സും മാർട്ടിയും ആണെങ്കിൽ ഒച്ചയൊന്നും വെക്കാതെ കാട്ടിലൂടെ അങ്ങനെ പോയി മനുഷ്യന്മാരെ കെട്ടിയ ഒരു ഡാമിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അവരിങ്ങനെ ഡാം കെട്ടിയത് കൊണ്ടാണ് വെള്ളം കാട്ടിലേക്ക് ഒഴുകി പോവാത്തത്. അങ്ങനെ ഒച്ചയൊന്നും വെക്കാതെ നമ്മൾ ഇതിങ്ങനെ പൊളിക്കാന്നൊക്കെ അലക്സ് മാർട്ടിയോട് പറയുന്നതിനിടെ മനുഷ്യന്മാര് അവരെ കാണുകയും അവരുടെ പുറകെ തന്നെ കുന്തവും എറിഞ്ഞുകൊണ്ട് വരികയാണ്. പെട്ടെന്ന് അവര് വെച്ച കെണിയിൽ അലക്സ് വീണിരിക്കുകയാണ്. എന്നിട്ടും മാർട്ടി അവിടെ തന്നെ നിൽക്കുന്നത് കണ്ട് ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളാന്ന് അലക്സ് പറയുകയും മാർട്ടി വേറെ വഴിയില്ലാതെ അവിടെ നിന്നും ഓടിപ്പോകുന്നു. ഈ സമയം മെൽമൻ അഗ്നിപർവ്വതത്തിന്റെ അടുത്തേക്ക് എത്തി ചാടാൻ വേണ്ടി റെഡിയായിരിക്കുകയാണ്. ഇതിനിടെ ഒരു ജിറാഫ് ഡോക്ടറും അത് കാണാൻ വന്നതും ഇത് നമ്മുടെ കറുത്ത പുള്ളിയുള്ള ജോ ഡോക്ടർ അല്ലേ എന്ന് കൂടെയുള്ളവർ പറയുകയും നിങ്ങൾ മരിച്ചില്ല എന്ന് ചോദിച്ചതും ഞാൻ മരിച്ചൊന്നുമില്ല എന്ന് പറയുകയും അപ്പോ മെൽമനും മരിക്കില്ല എന്ന് അവർ പറഞ്ഞുകൊണ്ട് സന്തോഷിക്കുകയാണ്. എന്നാൽ മെൽമൻ ചാടാൻ പോയതും ഗ്ലോറിയ അവന്റെ അടുത്തേക്ക് ഓടി വരുന്നു. അവളുടെ വെയിറ്റൂടെ വന്നതോടെ അത് പൊട്ടുകയും മെൽമൻ താഴേക്ക് വീഴാൻ പോയതും ഗ്ലോറിയ അവനെ പിടിക്കുകയും എന്നെ വിട്ട് പോവല്ലേ എന്നും പറയുന്നു. എനിക്കിനി 18 മണിക്കൂർ
മാത്രമേ ബാക്കിയുള്ളൂ എന്നെല്ലാം മെൽമാൻ പറയുന്നുണ്ടെങ്കിലും ആ 18 മണിക്കൂർ എന്റെ കൂടെ ജീവിക്കണമെന്ന് പറയുകയും അവർ രണ്ടുപേരും ഒന്നിക്കുകയും ചെയ്യുന്നു. ആ സമയം മാർട്ടി അങ്ങോട്ടേക്ക് എത്തുകയും അലക്സിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരെയും കൂട്ടി പെൻഗിൻസിന്റെ അടുത്തേക്ക് പോവുകയും അലക്സിനെ രക്ഷിക്കാൻ ശരിയാക്കിയ പ്ലെയിൻ എടുക്കാമെന്നും പറയുന്നു. മനുഷ്യന്മാരാണേൽ അലക്സിനെ ചുട്ടു തിന്നാൻ പോവുകയാണ്. അപ്പോഴാണ് ഒരുത്തന്റെ ടീഷർട്ടിൽ ന്യൂയോർക്ക് എന്ന് എഴുതിയത് കണ്ട് ഇവര് ന്യൂയോർക്കിലുള്ളതാണെന്ന് അലക്സിന് മനസ്സിലാവുന്നത്. അവൻ എത്രയൊക്കെ ഞാൻ ആ ഡാൻസ് കളിക്കുന്ന അലക്സ് എന്ന സിംഹമാണെന്ന് പറയുമെങ്കിലും അവർക്കാർക്കും അവൻ പറയുന്നത് മനസ്സിലാവില്ല. എന്നാൽ അവന്റെ അച്ഛൻ അങ്ങോട്ടേക്ക് അവനെ രക്ഷിക്കാനായി എത്തുകയും അവന്റെ കെട്ടൊക്കെ അഴിച്ചുവിടുകയും ചെയ്യുന്നു. എന്നാൽ മനുഷ്യന്മാര് അവർക്ക് ചുറ്റും കൂടിയിരിക്കുന്നത് കൊണ്ട് അവർക്ക് പോവാൻ കഴിയുന്നില്ല. അതിനിടെ ഒരുത്തൻ തോക്കെടുത്ത് അച്ഛനെ വെടിവെക്കാൻ പോയതും അലക്സ് ന്യൂയോർക്കിൽ നിന്ന് ഡാൻസ് കളിക്കുന്നത് പോലെ കളിക്കാൻ തുടങ്ങുകയും അപ്പൊ തന്നെ അവർക്ക് ഇത് ന്യൂയോർക്കിലെ അലക്സ് ആണെന്ന് മനസ്സിലായിരിക്കുകയാണ്. അങ്ങനെ അവന്റെ ഡാൻസ് കണ്ടിട്ട് ജനങ്ങളാകെ ആവേശം കൊള്ളുകയും അത് കണ്ട് അവന്റെ അച്ഛനും ആകെ ആവേശമാവുകയും അച്ഛനും കൂടെ കളിക്കുകയും ചെയ്യുന്നു. മനുഷ്യന്മാരാണെങ്കിൽ അതൊക്കെ കണ്ട് കൈയടിക്കുകയാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞതും ഇനി നമുക്ക് ഇവരെ തിന്നാമെന്ന് പറഞ്ഞുകൊണ്ട് വെടിവെക്കുന്നു. പക്ഷേ വെടിയൊക്കെ തടുത്തു നിർത്തി പെൻഗിൻസ് അവരെ രക്ഷിക്കുകയും എത്രയും പെട്ടെന്ന് പോട്ടെ എന്ന് അലക്സ് മാർട്ടിയോട് പറയുന്നുണ്ടെങ്കിലും അവനതൊന്നും കേൾക്കാത്തത് കൊണ്ട് കുരങ്ങന്മാരോട് അത് പറയാൻ പറയുകയും മേലെയുള്ള കുരങ്ങൻ അലക്സ ഡാം പൊളിക്കാനാണ് പറഞ്ഞതെന്നും പറയുന്നു. അങ്ങനെ സ്കിപ്പർ പ്ലെയിന് തിരിക്കുകയും അത് പൊളിക്കാനായി സ്പീഡ് കൂട്ടിയിരിക്കുകയാണ്. അലക്സ് താഴെ നിന്ന് അങ്ങോട്ടിനി പോവല്ലേ, അവരെ ഞങ്ങളെ കൊല്ലുമെന്ന് കുരങ്ങന്മാരോട് മേലേക്ക് പറയാൻ പറഞ്ഞതും അലക്സ് പറയുന്നത് അവന്റെ ജീവൻ പോയാലും കുഴപ്പമില്ല, ഡാം എങ്ങനെയെങ്കിലും പൊളിക്കണമെന്നാണെന്ന് മാർട്ടിയോട് പറയുകയും മാർട്ടി അത് കിപ്പറിനോട് പറയുകയും ചെയ്യുന്നു. അപ്പോഴേക്കും അമ്മൂമ്മ കിപ്പറിന്റെ ബൊമ്മ പെണ്ണിന്റെ തലക്ക് വെടിവെച്ചതും ഫുൾ സ്പീഡ് എന്ന് കിപ്പർ പറയുകയും അമ്മൂമ്മയ്ക്കും ഇടിച്ച് ഡാമും തകർത്ത് അങ്ങ് പൊക്കളയുന്നു. ജൂലിയൻ രാജാവാണേൽ ഇനി ആരെ ബലി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു ഷാർക്കിനെയും കൂട്ടി മോർട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. മോർട്ടും ജൂലിയനൊക്കെ കഷ്ടിച്ച് രക്ഷപ്പെടുമെങ്കിലും ഷാർക്ക് അഗ്നിപർവ്വതത്തിലേക്ക് വീഴുകയും ജൂലിയൻ പറഞ്ഞ ബലി പൂർത്തിയായിരിക്കുകയാണ്. ആ സമയം തന്നെ അങ്ങോട്ടേക്ക് വെള്ളവും വരുന്നത് കണ്ട് ഞാനൊരു സംഭവമാണെന്ന് പറയുകയും ജൂലിയൻ സന്തോഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ദാഹിച്ച് മരിക്കാൻ കിടന്നവരൊക്കെ വെള്ളം കണ്ട് ആകെ സന്തോഷിക്കുകയും ആ വെള്ളത്തിലൂടെ തന്നെ സൂബയും അലക്സും ഒഴുകി വരികയും ചെയ്യുന്നു. അവരെ കണ്ടതോടെ ജനങ്ങൾക്ക് കൂടുതൽ ആവേശമാവുകയും അമ്മ അവരെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. ഇതോടെ മക്കുങ്ക അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ട് കാട് വിട്ട് ഇപ്പൊ തന്നെ പൊക്കോ എന്ന് അവരോട് പറയുന്നുണ്ടെങ്കിലും അലക്സ് അമ്മൂമ്മയുടെ ബാഗ് അവന് കൊടുത്തതിന് ശേഷം അമ്മൂമ്മ അങ്ങ് ഇറക്കി വിട്ടതും അമ്മൂമ്മ നല്ല പോലെ അവനെ തല്ലുകയും ചെവി പിടിച്ചുകൊണ്ട് അവനെയും കൊണ്ടങ്ങ് പോകുന്നു. അങ്ങനെ പുതിയ കാട്ടിലെ രാജാവായി അലക്സ് ആവാൻ വേണ്ടി അവന്റെ അച്ഛൻ അവന് ആ കുന്തം കൊടുക്കുമെങ്കിലും നമ്മൾ രണ്ടുപേരും ചേർന്ന് ഭരിക്കാമെന്ന് പറയുകയും അവര് രണ്ടുപേരും രാജാവാകുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാവർക്കും സന്തോഷമായിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സ്കിപ്പർ ആ ബൊമ്മ പെണ്ണിനെ കല്യാണം കഴിക്കുകയും ഹണിമൂണിന് ഫ്ലൈറ്റും എടുത്ത് എങ്ങോട്ടേക്കോ പോവുകയും ചെയ്യുന്നു. മേൽമനും ഗ്ലോറിയയും ആണെങ്കിൽ ഇപ്പോൾ അടുത്ത പ്രണയത്തിലാണ്. അലക്സിന്റെ അച്ഛനാണെങ്കിൽ അവനെ പോലെ ഇപ്പോൾ ഡാൻസ് കളിക്കാൻ പഠിച്ചിരിക്കുകയാണ്. അങ്ങനെ മാർട്ടി ആണെങ്കിൽ അലക്സിനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ മാർട്ടിയൊന്നുമല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അലക്സ് അവനെ മുൻപേ കടിച്ച പാട് വെച്ച് അവൻ മാർട്ടി തന്നെയാണെന്ന് തിരിച്ചറിയുകയും അവര് എല്ലാരും ചേർന്ന് മുന്നോട്ടേക്ക് നടന്നു പോകുമ്പോൾ സിനിമ ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമന്റ് ചെയ്യുക. 2008 $150 മില്യൺ പുറത്തിറങ്ങിയ സിനിമ $603 മില്യൺ ആണ് വേൾഡ് വൈഡായി കളക്ഷൻ നേടിയത്. ഈ സിനിമയുടെ 3-ാം ഭാഗവും 4-ാം ഭാഗവും ഒക്കെ ചെയ്യണമെങ്കിൽ കമന്റിൽ പറഞ്ഞാൽ മതി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും ബൈ ഫ്രം RN.